ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. ഇന്ന് യേശുവിൻ്റെ വളരെ ശ്രദ്ധേയമായ, ചിന്തനീയമായ, നമ്മേവരെയും അല്പം ബുദ്ധിമുട്ടിക്കുവാൻ ന്യായമുള്ള ഒരു പ്രസ്താവന. അത് യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ പൊതുവായ വെളിച്ചത്തിൽ പരിഗണിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. എന്താണ് ആ പ്രസ്താവന? യേശു പറയുന്നു, നിങ്ങൾ മറ്റേത് പാപങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ക്ഷമ ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്താൽ, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ ക്ഷമിക്കപ്പെടുകയില്ല. മനുഷ്യപുത്രനെതിരെ പാപം ചെയ്താലും അത് ക്ഷമിച്ചു കിട്ടും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ ക്ഷമിച്ചു കിട്ടുക. ഇതാണ് യേശുവിൻ്റെ പക്ഷം, അല്ല യേശുവിൻ്റെ പഠിപ്പിക്കൽ. നാം ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് നമ്മുടെ അന്വേഷണം. അതിന് പ്രാരംഭമായി നാം എങ്ങനെയാണ് ഇപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്? അതിലെന്തെങ്കിലും ന്യൂനതയുണ്ടോ, അപാകതയുണ്ടോ, അർത്ഥശൂന്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ യേശു ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അന്വേഷിക്കുന്നത് കൂടുതൽ വ്യക്തമായി ഈ ശ്രദ്ധേയമായ ആത്മീയ മർമ്മത്തെ മനസ്സിലാക്കുവാൻ ഇടയാക്കുമെന്നതുകൊണ്ട് ഞാൻ അപ്രകാരം ഇതിനെ സമീപിക്കുവാൻ പോവുകയാണ്. നിലവിലുള്ള ധാരണ എന്താണ്? പലരും പരിശുദ്ധാത്മാവിനെ ധരിച്ചിരിക്കുന്ന വിധത്തിൽ യേശു വിഭാവന ചെയ്ത ക്രിയാത്മകതയും സർഗാത്മകതയും, പോസിറ്റിവിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൊതുവായ ആളുകൾ മനുഷ്യൻ്റെ അവസ്ഥയെയും അവൻ്റെ സന്മാർഗബോധത്തെയും മനസ്സിലാക്കുമ്പോൾ അത് ആത്മകരമായിട്ടാണ്, നെഗറ്റീവായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ആരാണ് ഭക്തൻ, ആരാണ് ആത്മീയ ജീവിതം നയിക്കുന്നവൻ, ആരാണ് ദൈവത്തിൻ്റെ നല്ല പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നവൻ? തെറ്റ് ചെയ്യാത്തവനാണ്. അപ്പോൾ തെറ്റുകൾ എന്താണെന്നതിനെപ്പറ്റി നമുക്കൊരു ലിസ്റ്റുണ്ട്. ലൈംഗികമായ തെറ്റുകൾ, ധനപരമായ തെറ്റുകൾ. ഇവ ചെയ്യാതിരിക്കുന്നവൻ, കയ്യിൽ കറ പുരളാത്തവൻ, ദുഷ്പേര് സമ്പാദിക്കാതിരിക്കുന്നവൻ, പിന്നെ പള്ളിയുടെ അല്ലെങ്കിൽ സഭകളുടെ പശ്ചാത്തലത്തിൽ വരുമ്പോൾ സഭകളോടുള്ള ധനപരമായ കടമകൾ മുറ തെറ്റിക്കാതെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇതാണ് നമ്മുടെ ധാരണ. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ധാരണ പൊതുവായി ഉണ്ടോ എന്നറിയില്ല. ഇത് ഞാൻ പറയുമ്പോൾ പലരും പറയും, അല്ല ഞങ്ങൾക്ക് വേറെ ധാരണയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. ഞാൻ പൊതുധാരണകളെ പറ്റിയാണ് പറയുന്നത്, വ്യക്തിപരമായ ധാരണകളെ പറ്റിയല്ല. അപ്പോൾ പൊതുവായി ഇങ്ങനെ തന്നെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ഏതെങ്കിലും അംശം പരിശോധിച്ചാൽ കൃത്യമായും വെളിപ്പെട്ട് വരുന്നൊരു കാര്യം, കുറ്റകൃത്യങ്ങൾ ചെയ്തില്ല എന്നതുകൊണ്ട് ആരും ആത്മീയമായ മേന്മ പ്രാപിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. യേശുവിൻ്റെ ദർശനം നിഷേധാത്മകമല്ല, പിന്നെയോ ക്രിയാത്മകമാണ്, സർഗാത്മകമാണ്. ഞാനൊരു യുവാവായിരുന്നപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വം ആകർഷിക്കുവാനിടയായ ചില വശങ്ങളിൽ ഒന്ന് യേശുവിൻ്റെ സർഗാത്മകതയാണ്. ദ ക്രിയേറ്റീവ് ജീനിയസ് ദാറ്റ് ജീസസ് ഈസ്. അതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഞാൻ സാഹിത്യത്തോട് ചായ്വുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല, സത്യമായോ അങ്ങനെയല്ല. ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും ഇന്നും 60 വർഷങ്ങൾക്ക് ശേഷവും യേശുവിൻ്റെ ഓരോ ഉപമകളെയും ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ പോലും ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് അത്ഭുതം കൊണ്ട് നിറയാറുണ്ട്. നിങ്ങളുടെയും അവസ്ഥ അപ്രകാരം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഓരോ തവണയും യേശുവിൻ്റെ ഉപമകൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ 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 അർത്ഥങ്ങൾ
എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുവാൻ ഇടയാകുന്നതിൻ്റെ കാര്യം, അതിനെപ്പറ്റിയുള്ള അത്ഭുതം എൻ്റെ മനസ്സിൽ നിലയ്ക്കുന്നില്ല എന്നത് തന്നെയാണ്. അതിൻ്റെ കാരണം യേശുവിൻ്റെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളുടെ അവസ്ഥയും അനുഭവമാണ്. ഞാൻ അതിനെപ്പറ്റി ഈ തരുണത്തിൽ കൂടുതലായി ഒന്നും പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നാം ആദ്യമായി ധരിക്കേണ്ടത്, നാം തെറ്റു ചെയ്തില്ല എന്നതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കാമ്പുണ്ട്, അർത്ഥമുണ്ട്, അല്ലെങ്കിൽ മേന്മയുണ്ട് എന്ന് ധരിക്കുന്നത് തികച്ചും അസ്ഥാനത്താണ്. ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ, ക്ഷമിക്കണം, നാം പ്രാപിക്കേണ്ട അവസ്ഥ നാം പ്രാപിക്കുന്നുണ്ടോ? ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ മാനദണ്ഡമായ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കുമ്പോൾ ഞാൻ സമൃദ്ധമായ ജീവൻ്റെ ഉദാത്തമായ ഒരു ആവിഷ്കാരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവകാശവാദവും എനിക്കില്ല. പക്ഷേ വചനത്തെ തുറന്ന മനസ്സോടും വിനയഹൃദയത്തോടും മനസ്സിൽ ചങ്ങലകളില്ലാതെ അന്വേഷിച്ചതിൻ്റെ ഫലമായി വെളിപ്പെട്ടു വന്ന ചില ആത്മീയ സത്യങ്ങൾ ഏവരുമായി പങ്കിടുന്നതിൻ്റെ കടമയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുകയാണ്. മാത്രവുമല്ല, നിങ്ങൾക്കായി വെളിപ്പെടുത്തുന്ന ഈ അംശങ്ങളെ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാൻ ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ചെറിയ തോതിലെങ്കിലും വിജയം വരിക്കുവാൻ അല്ലെങ്കിൽ പുരോഗതി പ്രാപിക്കുവാൻ ഇടയാകുന്നു എന്നത് സന്തോഷത്തോടും വിനയത്തോടും ദൈവസന്നിധിയിൽ സമ്മതിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ആദ്യമായി നാം ധരിക്കേണ്ടത്, നിഷേധാത്മകതയുടെ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയുടെ ഒരു ഇടമല്ല ആത്മീയത. അത് പോസിറ്റിവിറ്റിയുടെ, ക്രിയാത്മകതയുടെ, സർഗാത്മകതയുടെ, ക്രിയേറ്റിവിറ്റിയുടെ ഇടമാണ്. യേശുവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടായ ശേഷം അവൻ്റെ ഓരോ പ്രസ്താവനകളും ഈ സർഗാത്മകതയുടെ ഉച്ചകോടിയെ സൂചിപ്പിക്കുന്നു എന്നത് സുവിശേഷങ്ങളോട് വിദൂര ബന്ധമുള്ള ഏവരും പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ്. ഞാൻ സാഹിത്യം പഠിപ്പിച്ച വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു ആശയം ആർക്കെങ്കിലും മനസ്സിലാകുന്നതിന് നിമിഷ നേരം കൊണ്ട് ഒരു ഉപമയുണ്ടാക്കുവാൻ എനിക്ക് കഴിയുമോ ഇല്ലയോ എന്ന് ഞാൻ 1000 തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ 1000 തവണയുടെ ഉത്തരം സാധ്യമല്ല, അതിനുള്ള കഴിവ് നിനക്കില്ല, അത് വ്യാമോഹമാണ് എന്നതുകൊണ്ട് ആ ദിശയിലേക്ക് ഞാൻ പുരോഗമിക്കരുത് എന്നില്ല. ഞാൻ ചില ഉപമകൾ ഉണ്ടാക്കുവാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ 15 വർഷങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റേതായ ഉപമകളുടെ ഒരു സമാഹാരം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ക്രമേണ യൂട്യൂബിൽ കൂടെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ സൃഷ്ടിച്ച, എഴുതിയുണ്ടാക്കിയ ഉപമകൾ നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നതാണ്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം സഭ 3 ഉപമകളിൽ കൂടെ എന്ന് ഇംഗ്ലീഷിൽ ഒരു വീഡിയോ ചെയ്തതിന് വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു ആത്മീയ പക്വതയുള്ള ഒരു സുഹൃത്ത് എനിക്ക് മറുപടിയായി അയച്ചിരിക്കുന്നത്, ആ ആശയം, ഈ 3 ഉപമകൾ എൻ്റേതായി ഉപയോഗിക്കുവാൻ എനിക്ക് അവകാശമുണ്ടോ? ഞാൻ ഉടനെ മറുപടി എഴുതി, തീർച്ചയായിട്ടും, കാരണം എന്നിൽ ഉളവാകുന്നതൊന്നും എൻ്റേതല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഏതായാലും നമുക്ക് വിഷയം തുടരാം. ഞാൻ ഈ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാൻ്റെ ലാസറിൻ്റെ ഉപമ നോക്കുമ്പോൾ, അവിടെ ധനവാനായ മനുഷ്യൻ ലാസറിനെതിരെ ഒരു തിന്മയും ചെയ്തില്ല. പക്ഷേ അവൻ നരകത്തിൽ പോകാൻ കാര്യം അവൻ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നത് തന്നെയാണ്. ഇത് നമ്മെ ഏവരെയും വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പലരും ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ പോകുമ്പോൾ നിത്യതയുടെ അവകാശികളാകും, ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം വാഴും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം ഏത്
അടിയിരിപ്പുകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങളുടെ പിൻബലത്തിൽ നമ്മളുടെ നിത്യതയുടെ സ്വപ്നങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അത് മുഴുവനും അസ്ഥാനത്താണെങ്കിൽ നാം എന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പുനർചിന്തനം ചെയ്യുക വളരെ അത്യാവശ്യമാണ്. ഇനി പരിശുദ്ധാത്മാവ് സൃഷ്ടിയുടെ ആത്മാവാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. ആഴത്തിന്മേൽ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആഴത്തിൽ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നത് അവിടെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സഹായകനായി പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ സ്നാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അയച്ചു എന്നും നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ വ്യക്തിത്വം സകാരാത്മകതയുടെ പോസിറ്റിവിറ്റിയുടെ ഉദാത്തമായ ഉദാഹരണമായി ലോകത്തിൻ്റെ വെളിച്ചമായി തന്നെ സ്ഥിതി ചെയ്യുവാൻ ഇടയാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാം യേശുവിനെ പറ്റി ഓർക്കുമ്പോൾ അവൻ ഓടി നടന്ന് നന്മ ചെയ്തു. നന്മയ്ക്ക് അല്പം പോലും ഇടമില്ല എന്ന് ആളുകൾ എഴുതിത്തള്ളിയിരുന്ന സാഹചര്യങ്ങൾ യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ അത്ഭുതവഹമായ നന്മയുടെ സാധ്യതകൾ കാണുവാൻ തക്കവണ്ണം അവൻ്റെ വ്യക്തിത്വം അത്രമാത്രം സകാരാത്മകമായിരുന്നു. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഗദര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ശവക്കോട്ടയ്ക്കുള്ളിൽ മാത്രം വസിക്കുവാൻ അവകാശം ലഭിച്ചൊരു ഭൂതഗ്രസ്തനെ കാണുന്ന സംഭവമുണ്ട്. അവൻ്റെ അവനെ സമൂഹമധ്യത്തിൽ നിന്ന് അടിച്ചോടിച്ച് അവൻ അവസാനമായ അഭയം പ്രാപിപ്പാൻ ഒരു ശവക്കോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സമൂഹം അവനെപ്പറ്റി പുലർത്തിയിരുന്ന ധാരണകളുടെ ആവിഷ്കാരമാണ്. അതേ വ്യക്തി യേശു കണ്ടുമുട്ടുമ്പോൾ ആ സമൂഹത്തിൽ ആരും ഒരു കാലത്തും ചിന്തിക്കുവാനോ സംശയിക്കുവാനോ പ്രത്യാശിക്കുവാനോ ഇടയാകാത്ത പ്രത്യേകമായ സാധ്യതകൾ യേശു അവനിൽ കണ്ടു. അതുപോലത്തെ ഒരു ഉദാഹരണമാണ് മഗ്ദലക്കാരി മറിയയുടെ കാര്യം. അവളിൽ 7 ഭൂതങ്ങളുണ്ടായിരുന്നു. സമൂഹം അവളെയും എഴുതി തള്ളിയതാണ്. യേശു അവളെ കണ്ടപ്പോൾ അവളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന സാധ്യതകൾ കണ്ടെത്തുവാൻ സഹായിച്ചു. യേശുവിനുമായി കണ്ടുമുട്ടിയ എല്ലാവരുടെയും കഥ ഇപ്രകാരം തന്നെയാണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. ഇതാകുന്നു ആത്മീയതയുടെ മാനദണ്ഡമെന്ന്. എന്തുകൊണ്ടോ ഇത് ഏറ്റവും പ്രത്യക്ഷമായ ഒരു യാഥാർത്ഥ്യമായിരിക്കെ ക്രിസ്ത്യാനികൾക്ക് മാത്രം ബോധ്യപ്പെടുന്നില്ല എന്നത് എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് എന്നത് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ സഹായിയാണ്, ഹെൽപ്പറാണ്, പാരക്ലീറ്റാണ്, കാര്യസ്ഥനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ആരുടെയെങ്കിലും ജീവിതത്തിൽ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം സകാരാത്മകതയായിരിക്കും, പോസിറ്റിവിറ്റി ആയിരിക്കും, ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിത്വം ഉള്ളവരായിരിക്കും. അതാണ് യേശു തന്നെപ്പറ്റിയും പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം പുറപ്പെടുവിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രകടനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുടെ ബാഹ്യമായ പ്രകടനമാണ് ഈ ഫലഭൂഷ്ടി എന്നുള്ളത്. ഇനി സുവിശേഷം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ ആത്മീകമായ ഫലം പുറപ്പെടുവിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ കടമയെന്ന് സ്നാപക യോഹന്നാൻ തൊട്ട് യേശു വരെ വളരെ വ്യക്തമായും ശക്തമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് സ്നാപക യോഹന്നാൻ അന്നത്തെ പുരോഹിതന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താണ് പറയുന്നത്? സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞോടുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആരാണ്? മാനസാന്തരത്തിൻ്റെ ഫലം കായ്പീൻ. ശ്രദ്ധിക്കണം, മാനസാന്തരത്തിൻ്റെ ഫലം കായ്പീൻ. ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും എന്നല്ലേ സ്നാപക യോഹന്നാൻ പറഞ്ഞത്.
അതേ ആശയം തന്നെയല്ലേ യേശു ആവർത്തിക്കുന്നത്? അതേ ആശയം തന്നെ അല്ലയോ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നത്? വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രിയാത്മകമാകും എന്നതാണല്ലോ യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ആത്മീയാശയം. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികൾക്ക് വ്യക്തതയില്ലാത്തതും അല്പം പോലും ശ്രദ്ധയില്ലാത്തതുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വളരെയധികം മനോഹരവും വിലയേറിയതുമായ വലിയ വലിയ സാധ്യതകളെ ഉണർത്തുകയും പ്രവർത്തനക്ഷമമാക്കുകയും അത് നല്ല ഫലമായി നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെട്ടു വന്നിട്ട് അനേകർക്കത് അനുഗ്രഹമായി തീരത്തക്കവണ്ണമുള്ള വളർച്ച പ്രാപിപ്പാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും അഭികാമ്യവും വിലയേറിയതുമായ ഒരു ദൈവികമായ ദാനമാണ്, ശക്തിയാണ്, സഹായമാണ്. ഇതിൻ്റെ ഒരു നേരിയ ദർശനം പഴയ നിയമത്തിലുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം അവൻ്റെ ജന്മനാടായ ഊര് എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുമ്പോൾ അവനോട് പറയുന്നത്, നീ എൻ്റെ വാക്കനുസരിച്ച് നീ കണ്ടിട്ടില്ലാത്ത നാട്ടിലേക്ക് പോയാൽ, ആ കാര്യത്തിൽ നിന്ന് വിശ്വസ്ത പ്രാപിച്ചാൽ, നീ നിന്റെ തലമുറകളും ദേശത്ത് പാർത്ത് അതിന് അനുഗ്രഹമായി തീരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, ദേശത്തിന് അനുഗ്രഹമായി തീരുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ വസിക്കുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നവർ, അവർ ദേശത്ത് പാർത്താൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ, അപ്രകാരം ഒരു ദേശമാകമാനം അവരാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അവരുടെ വ്യക്തിത്വം അപ്രകാരം വളരുമെന്നല്ല എൻ്റെ അർത്ഥം. ഇത് മാജിക്കൊന്നുമല്ലല്ലോ. അപ്പോൾ ആത്മീയതയുടെ ഏറ്റവും ആധികാരികമായ സ്വഭാവം മനുഷ്യ വ്യക്തിത്വത്തിൽ അത്ഭുതാവഹമായ വളർച്ച സാധ്യമാക്കുക എന്നതല്ലേ? ഇത് തിരിച്ചറിയാൻ കഴിയാതെ സുവിശേഷം വായിച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ടാണ് യേശു പറയുന്നത്, പരിശുദ്ധാത്മാവിന് എതിരെ പാപം ചെയ്യുക എന്നാൽ അതിൻ്റെ അർത്ഥം, നിങ്ങൾ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നു, നിങ്ങൾ വാക്യങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വമാണ്, വേദവാക്കുകളെടുത്ത് അമ്മാനമാടുന്നു. കാരണം വാക്കുകൾ കൂട്ടിവെച്ചാൽ വാക്യമാകയില്ല. ദയവായി മനസ്സിലാക്കുക. ക്രിസ്ത്യാനികൾക്ക് അവർ വേദവാക്യങ്ങൾ അറിയാമെന്നാണ് പറയുന്നത്. അർത്ഥശൂന്യമാണ്, അത് ശരിയല്ല. നമുക്ക് വേദവാക്കുകൾ അറിയാം, വാക്യങ്ങൾ അറിഞ്ഞുകൂടാ. പിന്നെ വേദവാക്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് വചനം അറിഞ്ഞുകൂടാ. വചന ശുശ്രൂഷ നടത്തുന്ന ആളുകൾക്ക് എട്ടും പൊട്ടും അറിയാത്തത് വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്തവരാണ്. അതിൽ തന്നെ ബൃഹത്തായൊരു വിഷയമാണ്. അതിൽ മറ്റൊരവസരത്തിൽ ഞാൻ കൂടുതലായി കൃത്യമായി അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെളിപ്പെടുത്താനുള്ള വളരെ വളരെ ആഴത്തിലുള്ള ആശയങ്ങളുണ്ട്. അവയെ ഏവരുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മുടെ വ്യക്തിത്വത്തിൽ ദൈവത്താൽ നിക്ഷേപിതമായ അത്ഭുത സാധ്യതകൾ അത് വേണ്ടതുപോലെ ഇന്ന് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഗണ്യമായ കോട്ടങ്ങളാൽ ശ്വാസം മുട്ടിയിരിക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ ദർശനത്തിൽ, യേശുവിൻ്റെ പ്രതീകാത്മകതയിൽ പറഞ്ഞാൽ, വിളക്ക് കത്തിച്ചകത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വെളിച്ചം വെളിയിൽ വരാതിരിക്കത്തക്കവണ്ണം അത് പറ കൊണ്ട് മൂടി വച്ചിരിക്കുകയാണ്. ആ നല്ല സാധ്യതകളെ എല്ലാം ഉൾക്കൊള്ളുന്ന, അതാണ് വെളിച്ചമെന്ന പ്രതീകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വെളിയിലേക്ക് വന്ന് അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതാണ്. പക്ഷെ അങ്ങനെ വരാതിരിക്കത്തക്കവണ്ണം ആ വെളിച്ചത്തെ ശ്വാസം മുട്ടി വച്ചിരിക്കുന്ന, പ്രകടിപ്പിക്കാൻ അനുവാദം നിഷേധിച്ച് അപ്രകാരം വിറങ്ങലിപ്പിച്ച് വച്ചിരിക്കുന്ന ചില മർമ്മങ്ങൾ നമ്മുടെ സ്വഭാവത്തിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് മോചനം നൽകിയിട്ട് ഈ വെളിച്ചത്തെ അതിൻ്റെ തോതിൽ തന്നെ വെളിയിൽ വരുവാൻ അനുവദിക്കുകയും അതുമൂലം അനേകർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന സകാരാത്മകമായ
സർഗാത്മകതയുടെ വെളിച്ചം തുളുമ്പി നിൽക്കുന്ന അവസ്ഥയാണ് വിശ്വാസിയുടെ ജീവിതം. അങ്ങനെയാണ് ആകേണ്ടത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അത് ഈ അർത്ഥത്തിലല്ലാതെ ഏത് അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും? ഇപ്പോൾ ജനിച്ചപ്പം മുതൽ പള്ളിയിൽ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിച്ചാൽ, അല്ലെങ്കിൽ ഒരു മേഖലയിൽ പ്രവർത്തിച്ചാൽ, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അവനോ അവൻ്റെ കൂടെയുള്ള ആരെങ്കിലും തിരിച്ചറിയുമോ? നാം എന്താണ് തിരിച്ചറിയുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള യേശുവിൻ്റെ പ്രസ്താവനകളെ നാം വെറും വാക്കുകളായിട്ടാണ് മനസ്സിലാക്കുന്നത്. വചനമായിട്ട് നാം മനസ്സിലാക്കിയിട്ടേ ഇല്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ പലർക്കും ഇന്ന് വളരെയധികം വിമ്മിഷ്ടവും കോപവും ദേഷ്യവും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുമ്പോൾ പല്ല് ഞെരിക്കുന്നത്, ശപിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വളരെ വ്യക്തമായി നാം ധരിക്കേണ്ട കാര്യം, ആത്മാവിനെതിരെ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നിരാകരിക്കുക എന്നാണ്. എങ്ങനെയാണ് ആത്മാവിനെ നിരാകരിക്കുന്നത്? നമുക്ക് ആത്മാവിനെ വാക്കുകൊണ്ട് നിരാകരിക്കാൻ സാധ്യമല്ല. ഇപ്പം ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ല എന്ന് ഞാൻ 10,000 തവണ പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല, തികച്ചും നിരർത്ഥകമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് നിരാകരിക്കാൻ കഴിയും. എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ കൂടെ പരിശുദ്ധാത്മാവെന്നൊരു കാര്യമില്ല, എന്നിൽ പരിശുദ്ധാത്മാവില്ല എന്ന വിധത്തിൽ ജീവിക്കുകയും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിന് എതിരായി പാപം ചെയ്യുന്നു. ഞാൻ സാധാരണ ജീവിതമായിരിക്കും നയിക്കുന്നത്. ഞാൻ ആരുടെയും കൊങ്ങായ്ക്ക് പിടിക്കുകയോ പോക്കറ്റടിക്കുകയോ കത്തിക്കുത്ത് നടത്തുകയോ ആർക്കുമെതിരെ പരദൂഷണം പറയുകയോ ചെയ്യുന്നില്ലായിരിക്കാം. ഞാൻ വ്യഭിചരിക്കുന്നില്ലായിരിക്കാം, ഞാൻ മോഷ്ടിക്കുന്നില്ലായിരിക്കാം, ഞാൻ ബിംബം നടത്തിയതിനെ ആരാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഞാൻ തികച്ചും പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്ത് ജീവിക്കുന്നവൻ തന്നെയാണ്. എങ്ങനെ രക്ഷയുടെ മാർഗത്തിൽ വന്നുവെന്ന് അവകാശപ്പെടുകയും അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിൽ ഞാൻ ദൈവത്തെ അറിയത്തില്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരെക്കാൾ അവരെക്കാൾ കൂടുതലായി പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവനാണ്. അപ്പോൾ സമൂഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ലിസ്റ്റ്, ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ സമൂഹം ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 10 കൽപ്പനയിലും അതിൻ്റെ ധ്വനികളുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ള ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. എന്നാൽ നമുക്ക് അവകാശവാദമായി പറയാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും എന്നാണ് നമ്മളെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ലോകത്തിലേക്ക് വലിയ മണ്ടത്തരമാണെന്ന് തിരിച്ചറിയണം. എന്നാൽ അതേസമയം തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സകാരാത്മകതയും സർഗാത്മകതയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കൂടെ പ്രകടിപ്പിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനുള്ള ആത്മീയമായ ആധികാരികതയും അധികാരവുമുള്ള സഭ ഭൂമിയുടെ പരപ്പിലില്ല. അതുകൊണ്ട് ആരും ഇത് പറയാത്തത്. പക്ഷേ വ്യക്തിപരമായി നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വളരുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം യേശുവിനെ അറിയുന്നവരല്ല, യേശു നമ്മയും അറിയുന്നില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങളിൽ യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ. യേശുവിനെ അറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ വലിയ വലിയ മതപരമായ പ്രസ്ഥാനങ്ങൾ നടത്താൻ സാധിക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ വലുതെന്ന് തോന്നത്തക്കോടെ പല അഭ്യാസങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, യേശു പറയുന്നത്, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിങ്ങൾ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, നിങ്ങൾ അന്ധരുടെ കാഴ്ച, ഇതൊക്കെ നിങ്ങൾ ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയ്തത് നിങ്ങൾ സുവിശേഷ കച്ചവടം, നിങ്ങളുടെ അത്ഭുത രോഗശാന്തി വ്യവസായമില്ലേ, അതിൻ്റെ ആഭിമുഖ്യത്തിൽ ചെയ്തതാണ്. നിങ്ങൾ ഞാനുമായിട്ട് യാതൊരു ബന്ധവും അന്നും ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്. അത് എന്തുകൊണ്ടാണ് നാം ശ്രദ്ധിക്കാത്തത്? അതുകൊണ്ട് നമ്മൾ ഇന്നത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതെപ്പോഴാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്? വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പലരും ഈ കാലത്ത് ഒരു 70 വയസ്സൊക്കെ കഴിയുമ്പോൾ വലിയ 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 അങ്കലാപ്പിലായി തീർന്നു. ഞാൻ ഇതിനെപ്പറ്റി 2 വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. വയോധികരായ ആളുകൾ അനുഭവിക്കുന്ന അങ്കലാപ്പ്
ഒന്ന് തിരിച്ചറിയാൻ പോലും സഭകൾ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ പലരും എന്നോട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്. വലിയ ഭക്തിയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചു, സഭയുടെ ഫോർമുല അനുസരിച്ച് ജീവിച്ചു. പക്ഷേ അവരുടെ ജീവിതം ശൂന്യമായിരുന്നു, പാഴും ശൂന്യവുമായിരുന്നു. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ആരും കൂട്ടാക്കിയില്ല. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ അനുസരിച്ച് പ്രവർത്തിച്ച് അത് മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രചോദനവുമായി തീരത്തക്കോടെ ജീവിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു. ഇനി ഇതിനോടനുബന്ധമായിട്ട് ഞാൻ മനഃശാസ്ത്രത്തിൽ നിന്ന് ഒരു ആശയം കൂടെ അവതരിപ്പിക്കാൻ പോകുകയാണ്, ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. മനഃശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിചയമുള്ളതാണ് ദ 4 വിഷസ് ഓഫ് തോമസ്. അതിനെ ദ 4 വിഷസ് ഓഫ് തോംസൺ എന്ന പരാമർശത്തിലും അത് തെറ്റാണ്, അറിയപ്പെടുന്നുണ്ട്. ദ 4 വിഷസ് ഓഫ് തോമസ്, അത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായ മനഃശാസ്ത്ര വിദഗ്ധൻ തോമസ്, അദ്ദേഹത്തിൻ്റെ ആശയമാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും 4 അടിസ്ഥാന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. അദ്ദേഹം പറയുന്നത് ദ 4 വിഷസ് ഓഫ് തോമസ്: 1, ദ വിഷ് ഫോർ ഫ്രഷ് എക്സ്പീരിയൻസസ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ദ വിഷ് ഫോർ ഫ്രഷ് എക്സ്പീരിയൻസസ്. 2, ദ വിഷ് ഫോർ റെക്കഗ്നീഷൻ. 3, ദ വിഷ് ഫോർ റെസ്പോൺസ്. 4, ദ വിഷ് ഫോർ സെക്യൂരിറ്റി. 4 കാര്യങ്ങളാണ്. 1, പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യർക്ക് ആവശ്യമുണ്ട്, ദാഹമുണ്ട്. അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ ബോറടിച്ച് അങ്ങ് സഹിക്കാൻ മേത്തപ്പോഴാണ് ആത്മഹത്യ. അത്രമാത്രം ശ്രദ്ധേയമായൊരു വിഷയമാണ്. മനുഷ്യർക്ക് ആവശ്യമുള്ളത് എന്താണ്? പുതിയ 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 അനുഭവത്തിലേക്ക് കടന്നു വരിക. 2, ദ വിഷ് ഫോർ സെക്യൂരിറ്റി, സുരക്ഷിതമായി ജീവിക്കണം. അതേസമയം മനുഷ്യൻ്റെ മനസ്സിൽ അസുരക്ഷിതാവസ്ഥയെ ഉണർത്തിയിട്ടാണ് അവരെ സ്വർഗത്തിലേക്ക് അയക്കാനായിട്ട് പുരോഹിത വർഗം ശ്രമിക്കുന്നത് മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്ന പോലെ നിന്നില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, നരകത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളെ അനന്തമായി ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിച്ച് വിറപ്പിച്ച് അവരുടെ പാൻറ്റ് നനപ്പിച്ചിട്ടാണ് അവരെ സ്വർഗത്തിലോട്ട് വിടാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് മനഃശാസ്ത്രപരമായ മനുഷ്യരെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ്. യേശു അങ്ങനെ ശ്രമിച്ചില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. കൂടുതലായി ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. 3ാമത് അദ്ദേഹം പറയുന്നത് ഡിസയർ ഫോർ റെസ്പോൺസ്, ഡിസയർ ഫോർ റെക്കഗ്നീഷൻ. നമ്മളെ ആരെങ്കിലും ഒന്ന് അംഗീകരിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ അങ്ങനെ അംഗീകരിക്കാനൊന്നും നമ്മുടെ ജീവിതത്തിലില്ല, ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുമില്ല. ചിലർക്കൊക്കെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കണമെന്നില്ല താല്പര്യമാണ്, പക്ഷെ മൈക്ക് കൊടുത്താൽ അവർക്ക് പറയാനൊന്നുമില്ല. ചിലർക്കെല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്നില്ല മോഹം, പക്ഷെ ശ്രദ്ധിക്കത്തൊക്കെ ഒന്നുമില്ല, വെറും ചൂത്തകളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പാപ്പരത്വമാണ്, പട്ടിണിയാണിത്. അവസാനമായിട്ട് ദ ഡിസയർ ഫോർ എ റെസ്പോൺസ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു തമാശ പറഞ്ഞു, ആരും ചിരിച്ചില്ല, ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്തു ആലോചിച്ച് നോക്കി. ഞാനൊരു നല്ല വലിയ ഗംഭീരമായ പ്രസംഗം നടത്തി, ആളിരുന്ന് കോട്ടുമായിട്ട് എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട്. ഞാൻ വലിയ വലിയ ആശയം കൊണ്ട് ഇറങ്ങി വന്നു, ആരും പ്രതികരിച്ചില്ല, ചങ്ക് പൊടിഞ്ഞു പോകും. ഈ വേദന യേശു അനുഭവിച്ചു എപ്പോഴാണ്? ഗത്സമന തോട്ടത്തിൽ. എന്തുകൊണ്ടാണ് യേശു അവിടെ കമിട് വീണ് കരഞ്ഞ് അവൻ്റെ രക്തം വിയർപ്പായി പോയത്? ഈ ജനം പ്രതികരിക്കുകയില്ല, നന്മയോട് പ്രതികരിക്കുകയില്ല, ദൈവികമായ കരുണയോടും സ്നേഹത്തോടും വെളിച്ചത്തോടും ഈ ജനം പ്രതികരിക്കുകയില്ല. അവർക്ക് വേണ്ടത് അവിടെയും ഇവിടെയും കിടക്കുന്ന പന്നി അന്വേഷിക്കുന്ന കാര്യങ്ങളാണ്. മുത്തുകളെ ഇവിടെ മുൻപിൽ എറിഞ്ഞു കൊടുക്കുന്നത് രക്തം വിയർപ്പാക്കുന്ന പണിയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. വലിയ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. വിശ്വാസ സമൂഹം എന്ന് പറയുന്ന ജനത്തിൻ്റെ പൊതുവായ അവസ്ഥ എന്താണ്? ഒരു ഫലവും കായ്ക്കാതെ, നാളിതുവരെ ഒരു ഫലവും കായ്ക്കാതെ. അങ്ങനെ യേശു യെരുശലേമിലേക്ക് പോയപ്പോൾ കണ്ട അത്തിവൃക്ഷമില്ലേ, അതങ്ങ് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇലകളുടെ സമൃദ്ധി, വലിയ വലിയ കൊമ്പുകൾ, ദൂരെ നിന്ന് കണ്ടാൽ വളരെ മനോഹരം. പക്ഷേ ഒരൊറ്റ പഴം, മനുഷ്യർക്ക് പ്രയോജനം വരുന്നൊരു പഴം അതിലില്ല.
ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ അധപ്പതനത്തെ പ്രതീകാത്മകമായ യേശു സൂചിപ്പിക്കുകയാണ്. നിങ്ങളിങ്ങനെ ആയിപ്പോകരുത്, അതിന് ഇതാണ് ശപിക്കപ്പെട്ട അവസ്ഥ എന്ന് നാം തിരിച്ചറിയുന്നില്ല, നമ്മെ ആരും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. ഈ ഒരവസ്ഥയാണ് പരിശുദ്ധാത്മാവിനെ ചെയ്യുന്ന സാർവലൗകികമായ വലിയ വലിയ പാപം. ഇത് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്. അല്ലാതെ നിങ്ങൾ പെണ്ണിൻ്റെ പുറകെ പോയോ, കള്ളു കുടിച്ചോ, പണം മോഷ്ടിച്ചോ, അത് ഇതൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതുകൊണ്ടായില്ല. ഞാൻ ഒരു പെണ്ണിൻ്റെയും പുറകെ പോയില്ല, ഞാൻ കള്ളു കുടിച്ചില്ല, ഞാൻ സിഗരറ്റ് വലിച്ചില്ല, ഞാൻ പണം മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല. നീ എന്ത് നന്മ ചെയ്തു? നിൻ്റെ ഉള്ളിലൊരു വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന വചനം പറയുമ്പോൾ അത് പ്രകാശിച്ചിട്ടുണ്ടോ? ഒരു കടുകുപണി പോലും അത് യേശുവിൻ്റെ ഉപമയിൽ ഇടം പിടിച്ചാൽ അത് പൊട്ടിമുളച്ചിട്ട് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെയും പോകും. അത് പ്രകൃതിയിൽ ആ കടുകുപണി വീണാൽ അത് ചെറിയ ചിരിയായിട്ട് നിൽക്കും. എന്നാൽ അതേ കടുകുമണി യേശുവിൻ്റെ ഉപമയുടെ മണ്ണിൽ വീണാൽ അതിൻ്റെ ശിഖരം ഭൂമിയുടെ അറുതി വരെയും പോകും. അത് ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ. അതിനു പകരം പരിശുദ്ധാത്മാവിനെ തികച്ചും അർത്ഥശൂന്യമായി അവതരിപ്പിക്കുന്നതാണ് ആത്മീയതയുടെ കൊടുമുടിയെന്ന് ഈ കാലത്ത് ആളുകൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മറുഭാഷ പറയുന്നത്. മറുഭാഷ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഭാഷയിൽ നിന്ന് അർത്ഥവും വെളിച്ചവും ഒഴിവാക്കിയാൽ മറുഭാഷയായി. നാം എപ്രകാരമാണ് ദൈവവചനമെന്ന് പറഞ്ഞിട്ട് വേദപുസ്തകത്തെ വാക്കുകളുടെ കൂമ്പാരമാക്കുന്നത്, അല്ലെങ്കിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണങ്ങിയ എല്ലുകളുടെ കൂമ്പാരമാക്കുന്നത്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കുത്തക എടുത്ത് നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പരിശുദ്ധാത്മാവിനെ അർത്ഥശൂന്യതയുടെ കോലാഹലമാക്കി മാറ്റുന്നത്, അതാണ് വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ കണ്ണ് എത്രമാത്രം അടഞ്ഞിരിക്കുന്നു, പൊട്ടിപ്പോയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുക. ഏതായാലും അതിനെപ്പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കൂടുതലാണ് ഞാൻ പറയുന്നത്. എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, ഈ ഒരാശയം ഒരു 50 വർഷത്തിന് മുൻപ് എൻ്റെ മനസ്സിൽ ഇതുപോലെ വ്യക്തതയിലുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. സങ്കടത്തോടെ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. വേണ്ടതുപോലെ നമ്മുടെ സമൂഹത്തിന് ആത്മീയമായ ഉപദേശം ലഭിക്കുന്നില്ല എന്നത് സത്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള വലിയ വലിയ സാധ്യതകളോട് അല്പം പോലും നീതി പാലിക്കുന്നതിൽ നാം വിജയിച്ചിട്ടില്ല. നാം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തിരിച്ചറിയണം. കാരണം ഇത് നിത്യതയുടെ പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല. ഇത് നിത്യതയുടെ പ്രശ്നമാണ്. ഇപ്പോൾ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമയിൽ അവിടെ ആരാണ് നിത്യത പ്രാപിച്ചത്? ചെയ്തവരല്ലേ. അവരുടെ ഉള്ളിലുള്ള നന്മ അവരറിയാതെ തന്നെ പ്രകടിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ നിന്നെ കണ്ട് ഇത് ചെയ്തതല്ല, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ്. ഞങ്ങളുടെ ഉള്ള നന്മയുടെ പ്രേരണ കൊണ്ട് ഞങ്ങൾ അറിയാതെ തന്നെ ഒന്നും ഉദ്ദേശിക്കാതെ ചെയ്തു പോയതാണെന്ന് പറയുമ്പോൾ അതാണ് ആത്മീയത. അല്ലാതെ അതിന് പകരം ഒരു ഹോളിനകത്ത് കയറി മൈക്കും വെച്ച് ഈ മൃഗങ്ങൾ അവർന്നത് പോലെ മറുഭാഷ അടിച്ചുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് എന്തുണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ പൊട്ടരായ ആളുകളെ കളിപ്പിക്കുന്നതിന് വേണ്ടി അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞ് അവിടെ പോക്കറ്റടിച്ച് നടന്നാൽ അതെന്ത് ആത്മീയതയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ അശ്ലീലങ്ങൾ വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിലേക്ക് തിരികെയും അവൻ്റെ അത്ഭുതകരമായ ആശയങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ രൂപത്തിൽ മാത്രമാണ് ഞാൻ ഈ ആശയങ്ങൾ നിങ്ങളുമായി പങ്കെടുത്തത്. ദയവായി മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിന് എതിരെ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ തികച്ചും ഫലശൂന്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക, മറ്റാരെയും കരുതാതെ എനിക്ക് എൻ്റെ കാര്യം, സ്വന്തം കാര്യം സിന്ദാബാദ്, അപ്രകാരമുള്ള ജീവിതമാണ് നരകത്തിലേക്കുള്ള ഏറ്റവും ഷുവറായിട്ടുള്ള പാസ്പോർട്ട്. നരകമെന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള സ്റ്റെറൈലായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് വെച്ചിരിക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദയവായി ഈ ആശയത്തെ നിങ്ങൾ പരിഗണിക്കുകയും ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന് വിമർശനാത്മകമായി സധൈര്യം പ്രതിപാദിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.